ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്ക് ഐറ്റം ആണ് കേട്ടോ. നമുക്ക് ബ്രെഡ് കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്ക്. അപ്പോൾ നമുക്ക് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളത് ഉറപ്പായിട്ട് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് മറക്കാതെ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ അതിനടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അപ്പോൾ അതുകൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ബ്രെഡ് ഡിപ്പ് ചെയ്യാനുള്ള ഒരു ഡിപ്പാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മുട്ട വെച്ചിട്ടാണ് ഈ ഒരു കൂട്ട് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു ഫോർക്ക് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഇല്ലെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് ലൂസ് കൺസിസ്റ്റൻസി ആയി എടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് ഒന്നങ്ങ് ലൂസ് ആക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗോതമ്പ് പൊടി മൈദപ്പൊടി ഒന്നുമില്ലാതെ ഈ മുട്ടക്കൂട്ടിൽ മാത്രം ബ്രെഡ് ഡിപ്പ് ചെയ്ത് പൊരിച്ചെടുക്കാം കേട്ടോ. ഇനി മുട്ട വേണ്ടെന്നുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ മുട്ടയ്ക്ക് പകരം ഒരു 4 ടേബിൾ സ്പൂൺ തൈരും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. ഇനി ഞാനൊരു 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഓരോ ബ്രെഡ് പീസിനെയും നമുക്കൊരു നീളത്തിന് 3 മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഓവർ ഹീറ്റായി പോകാൻ പാടില്ല കേട്ടോ. ഒരു മീഡിയം ഹീറ്റ് ആവാനേ പാടുള്ളൂ. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി നമുക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ടിലൂടെ ഡിപ്പ് ചെയ്ത് പൊരിച്ചെടുക്കാം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് പൊരിച്ചെടുക്കണേ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ബ്രെഡ് ആയതുകൊണ്ട് വേഗം കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നമ്മുടെ സൂപ്പർ ടേസ്റ്റി 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.